നടൻ സിദ്ദിഖിനെ അമ്മ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ജഗദീഷ്, ജയൻ ചേർത്തല എന്നിവർ വൈസ് പ്രസിഡന്റുമാരാകും. ബാബുരാജാണ് സെക്രട്ടറി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വോട്ടെണ്ണൽ തുടരുന്നു. അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ആരൊക്കെയാണ് വിജയിച്ചത്? മത്സരിച്ചവരിൽ എക്സിക്യൂട്ടീവ് വോട്ടെണ്ണൽ അത് എപ്പോഴായിരിക്കും പൂർത്തിയാവുക? ഗൂഗിൾ കൊച്ചിയിൽ ചേർന്ന അമ്മയുടെ വാർഷിക പൊതുയോഗത്തിലാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. പ്രസിഡന്റായി മൂന്നാം തവണയും മോഹൻലാൽ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒപ്പം ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരാളികൾ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെ ശക്തമായ മത്സരം നടന്നത് 2 ഇടങ്ങളിലേക്കാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും. 25 വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്ഥാനം ഒഴിയുന്നതോടുകൂടിയാണ് കഴിഞ്ഞ 25 വർഷത്തിനിടെ ആദ്യമായി ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നത്. അതിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെ പിന്തുണയോടെ നടൻ സിദ്ദിഖാണ് വിജയിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരനെയും ഉണ്ണി ശിവപാലിനെയും പിന്തള്ളിയാണ് സിദ്ദിഖിൻ്റെ വിജയം. ഒപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുന്ന ജഗദീഷും ജയൻ ചേർത്തലയുമാണ്. മഞ്ജു പിള്ള മത്സര രംഗത്തുണ്ടായിരുന്നു. മഞ്ജുവിനെ തള്ളിയാണ് ഇരുവരും വിജയിച്ചിരിക്കുന്നത്. ഒപ്പം അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജും വിജയിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിന്റെ ഫലം കൂടി പുറത്തു വരുന്നതോടുകൂടി പൂർണ്ണമായ അമ്മയുടെ പുതിയ ഭാരവാഹികളെ വ്യക്തമായി വരും. അത് പുരോഗമിക്കുകയാണ്. ഗൂഗിൾ തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.